ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒരേപോലെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു വലിയ കോളിഫ്ലവർ ആണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത്ര നമുക്ക് ആവശ്യമില്ല. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഹാഫ് പോർഷനായിട്ട് എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ ഇതളുകളായിട്ട് അടർത്തിയെടുക്കുക. ആ ഇതളുകൾ കുറച്ച് വലുതാണെങ്കിൽ ഒരു 2-3 പീസ് ആക്കണം. വളരെ ചെറിയ പീസാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഞാൻ എല്ലാം ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക. ആദ്യം നോർമൽ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ നോർമൽ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തതാണത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കോളിഫ്ലവർ മുങ്ങിക്കിടക്കണ രീതിയിൽ ഒഴിച്ചിരിക്കണം. അതിലത്തെ കീടങ്ങളും പുഴുക്കളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉരുളൻകിഴങ്ങാണ്. പീൽ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം പിന്നെ ഒരു സവാള എടുക്കുക. ഒരു വലിയ സവാള എടുക്കുക. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതാക്കി അരിയുക. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം സ്റ്റവ് കത്തിച്ചിട്ട് പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. അതായത് ചെറിയ ജീരകം. അതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ബ്രൗൺ കളറാവുമ്പോൾ ചേർക്കേണ്ടത് 5 വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുമ്പോൾ പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി മൂത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും ചേർക്കുക.
കോളിഫ്ലവറും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും രണ്ടും അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും വെന്തിട്ടുണ്ടോയെന്ന് പ്രസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെയും ഉരുളൻകിഴങ്ങിൻ്റെയും വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും വേറിട്ട് കിടക്കരുത്. രണ്ടും ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ആവണം. ഒന്ന് ചെറിയ കുഴഞ്ഞ പരുവത്തിലാവണം. വലിയ കഷ്ണങ്ങളൊക്കെ ഉടച്ചതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഉരുളൻകിഴങ്ങും കോളിഫ്ലവറും നന്നായി വെന്ത് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചേർക്കുന്നത് 1 കപ്പ് മല്ലിയിലയാണ്. ചെറുതായി അരിഞ്ഞ മല്ലിയില ഇതിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മല്ലിയില മിക്സ് ആവുന്നവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മിക്സ് ആയതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ചൂടാറിയതിനു ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നന്നായെങ്കിൽ കമൻ്റ് ഇടുക. ഞാൻ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുകയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഡിഷായിട്ട് റെസിപ്പി ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.